ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നമുക്ക് ബ്ലൗസിൻ്റെ നെക്ക് എങ്ങനെ നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാം, അതെങ്ങനെയാണ് നമ്മൾ ഹെമ്മിങ് ചെയ്തത്, എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇപ്പോൾ അങ്ങനെ അധികം ആളുകളും ഹെമ്മിങ് ചെയ്യാറില്ല. ലൈനിങ് ബ്ലൗസൊക്കെ ആണെങ്കിൽ ലൈനിങ് വെച്ച് അടിച്ച് മറിക്കും. വിത്തൗട്ട് ലൈനിങ് ബ്ലൗസ് 2x2 ബ്ലൗസൊക്കെയാണ് നമ്മൾ ഇതുപോലെ ഹെമ്മിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ബ്ലൗസ് ഫിനിഷ് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ നെക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ അതിൻ്റെ ലൈനിങ് പീസ് വെച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ വിത്തൗട്ട് ലൈനിങ് ആണെങ്കിൽ അതിൻ്റെ ബാലൻസ് പീസ് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ക്രോസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അത് കണക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഒറ്റ ലെയറിൽ നമുക്ക് കിട്ടില്ലല്ലോ, ബാലൻസ് കുറച്ച് പീസല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്രോസിൽ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യുന്നത് വെച്ചാൽ, ഞാനത് ഓൾറെഡി കട്ട് ചെയ്ത് പോയിട്ടോ. അപ്പോൾ ഇത് പേപ്പറിൽ ഞാനെങ്ങനെ കാണിച്ചു തരാം. ഇതുപോലെ ഇത് ക്ലോത്താന്ന് വിചാരിക്കുക. അത് നമ്മളിത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടാതെ ക്രോസിൽ വെട്ടിക്കൊടുക്കണം. ഇതേ രീതിക്ക് തന്നെ ക്ലോത്ത് വെട്ടുക. എന്നാലും നമ്മൾ റൗണ്ട് നെക്ക് ആയിരിക്കുമല്ലോ, അപ്പോൾ റൗണ്ട് നെക്കൊക്കെ ആ ഒരു വളവൊക്കെ കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസിൽ തന്നെ വെട്ടിക്കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഇതേപോലെ ക്രോസിൽ വെട്ടിക്കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ഒന്ന് ഒരു കെട്ടൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ മറിച്ച് വയ്ക്കുക. എന്നിട്ട് അടുത്ത പീസ് എടുത്ത് വയ്ക്കുക. ഇതുപോലെ കണക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ലെവലിലൊക്കെ വെട്ടിക്കൊടുക്കട്ടെ. ഞാനിത് എൻ്റെ പഴയൊരു കുർത്തിയാണ്. അപ്പോൾ അത് അഴിക്കാനായിട്ടൊന്നുമില്ല, ഇപ്പം ഭയങ്കര ടൈറ്റായിപ്പോയി. അത് കാരണം ഞാനിത് ബ്ലൗസ് ആക്കാമെന്ന് ഓർത്തു. നല്ല തുണിയായിരുന്നു, അതുകൊണ്ട് കളയാനും തോന്നിയില്ല. അതുകൊണ്ട് ഞാനൊരു ബ്ലൗസ് ആക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ജോയിൻറ്റ് വരുന്ന ഭാഗം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ലെവലിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. സ്റ്റിച്ചിങ് വീഴിക്കില്ല, ചിലപ്പോൾ വിട്ടൊന്നും പോകരുത്. തയ്ച്ച് വരുമ്പോൾ വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് എടുത്ത് അഴിച്ച് തയ്ക്കേണ്ടി വരും. അപ്പോൾ എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഒരു സൈഡ് അടിച്ച് ഒരു 4 ഇഞ്ച് വീതിയിൽ ഇതിൻ്റെ അരികിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇവിടെ ജോയിൻറ്റിൻ്റെ ഭാഗം വരുമ്പോൾ ഇതുപോലെ ഒന്ന് വിടർത്തി വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് അടിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. മൊത്തം സ്റ്റിച്ച് ചെയ്യണമെന്ന് കാണിക്കുന്നില്ല, അതായത് സമയം കളയണ്ടല്ലോ. ഇത് അരികിലൂടെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അറ്റത്തെ അരികിലൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്, അതേ രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതും ലെവലിലൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക കേട്ടോ. അത് ഇതുപോലെ തുമ്പൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ലെവലിലൊന്ന് വെട്ടിക്കൊടുക്കണേ. ഞാനിത് ഇല്ലാത്ത പീസിൽ നിന്ന് വെട്ടിയത് കൊണ്ട് കുറച്ച് ലെവലിലൊന്നും വന്നിട്ടില്ല. അതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് മുന്നിലേക്ക് കയറ്റി നിർത്തിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരു 4 ഇഞ്ച് വീതിയിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുക. ഒരു സൈഡ്, അത് മടക്കാത്ത സൈഡ് ഉണ്ടല്ലോ, അതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഒരു 4 ഇഞ്ച് വീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇത് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉള്ളിലേക്ക് മടക്കുമ്പോൾ ഒത്തിരി ഉള്ളിലേക്ക് തള്ളി വയ്ക്കരുത്. അപ്പോൾ ഒരു കട്ടി ഉണ്ടാകും, ആ കട്ടി പാടില്ല. ആ ഉള്ളിൽ വരുന്ന തുമ്പ് മടക്കി ഇതുപോലെ ഇങ്ങനെ വയ്ക്കണം. അത് ഒത്തിരി കട്ടി വരത്തില്ല കേട്ടോ. ആ തയ്യൽ തുമ്പ് ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ മടക്കി അടിച്ചാൽ മതി. ഇത് തയ്ക്കേണ്ടത് ലൈനിങ്ങിൻ്റെ നമ്മൾ വെച്ചേക്കുന്ന പീസിൻ്റെ പുറത്താണ് നമ്മൾ അടിക്കേണ്ടത്. നല്ല പീസിലേക്ക് ഒരിക്കലും സ്റ്റിച്ച് കയറരുത് കേട്ടോ. അതേ രീതിക്ക് തന്നെ മുഴുവൻ നെക്കും നമ്മൾ തയ്ച്ചെടുക്കുക. അതായത് ഇപ്പോൾ ഞാൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഉള്ളിലേക്ക് കേട്ടോ, ലൈനിങ്ങിൻ്റെ പുറത്താണ് നമ്മൾ അടിച്ചേക്കണം. ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി ഇങ്ങനെ തിരിച്ചതിന് ശേഷം നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കുക. ഹെമ്മിങ് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. 2 നൂല് മതിയാകും. 2 നൂല് ലെയർ ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക, തുന്നിയെടുക്കുക. ഇത് തുന്നുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ ലൈനിങ്ങിൽ തുന്നൽ വരുന്ന രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ. ഉള്ളിലേക്ക് നല്ല പീസിലേക്ക് കയറാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ്